സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സ്വർഗമായിരിക്കണം. നമുക്കിപ്പോ സാധാരണക്കാരായ നമുക്ക് അത്രയും ചിന്തിച്ചാൽ മതി, അതിനപ്പുറത്തും സ്വപ്നമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇടത്തരക്കാരാണല്ലോ, സാധാരണക്കാരാണല്ലോ, അള്ളാഹുവിന്റെ ഔലിയ ഒന്നും അല്ലല്ലോ. നമുക്ക് സ്വർഗം ചിന്തിക്കാം, സ്വർഗം ആഗ്രഹിക്കാം. ഏറ്റവും വലിയ സ്വപ്നം സ്വർഗം. തുല്യതയില്ലാത്ത, സദൃശ്യതയില്ലാത്ത, അനുപമമായ, അവർണ്ണനീയമായ മഹത്തായ സ്വർഗം. മഹാനായ യാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയുണ്ടായി, വഗാലി ഹരീരിൻ ഫുറുഷുഹാ വലിബാസുഹാ വഹസ്ബാഉഹാ വസ്സൗബു മിസ്കുൻ വജൗഹറൂ. അല്ലാഹു തആല നാളെ സ്വർഗവാസികൾക്ക് നൽകുന്ന പുടവകൾ, ഉടയാടകൾ, അവരുടെ കിടക്കകൾ, കിടക്ക വിരിപ്പുകളെല്ലാം ഏറ്റവും മേൽത്തരം പട്ട് വസ്ത്രങ്ങളായിരിക്കും. ഏറ്റവും ഉയർന്ന പട്ട് വസ്ത്രങ്ങൾ കൊണ്ടുള്ളതായിരിക്കും അവർക്ക് നൽകപ്പെടുന്ന വിരിപ്പുകളും വസ്ത്രങ്ങളും കിടക്കകളുമെല്ലാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും മികച്ച പട്ടുവസ്ത്രം ഡാക്ക മസ്ലീനായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഡാക്കയിലെ മുസ്ലിമീങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്ന ഡാക്ക മസ്ലീൻ. പ്രായമുള്ളവരൊക്കെ ആ പദം, ആ പേര് കേട്ടിട്ടുണ്ടാവും. ഒരു സ്ത്രീക്ക് ഉടുക്കാൻ പറ്റുന്ന 5 മീറ്റർ സാരി മടക്കി ഒരു തീപ്പെട്ടിക്കകത്ത് കയറ്റി വെക്കാൻ പറ്റും. അത്ര ലോലമായ, മൃദുലമായ പട്ടുവസ്ത്രങ്ങൾ. മനുഷ്യൻ ഇതാണ് നിർമ്മിക്കുന്ന പട്ടുവസ്ത്രങ്ങളുടെ അവസ്ഥയെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ തരാൻ പോകുന്ന പട്ടുവസ്ത്രങ്ങൾ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. വഗാലി ഹരീരിൻ ഫുറുഷുഹാ വലിബാസുഹാ വഹസ്ബാഉഹാ വസ്സൗബു മിസ്കുൻ വജൗഹറൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ പുറത്ത്, ഓരോ മനുഷ്യന്റെയും സ്വർഗീയ ഭവനത്തിന്റെ പുറത്തുള്ള ചരൽക്കല്ലുകൾ കസ്തൂരിയും രത്നങ്ങളുമാണ്. അവിടുത്തെ മണ്ണ് കസ്തൂരിയാണ്, ചരൽക്കല്ലുകൾ, പുറത്തുള്ള മണലുണ്ടല്ലോ, അത് രത്നങ്ങളാണ്. പുറത്തുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. ومن زعفران نبتها وحشيشها ومن جوهر أشجارها تلك تثمر. സ്വർഗത്തെ കുറിച്ച് ഇമാം യാഫി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായ കവിത. അദ്ദേഹം പറയാണ്, സ്വർഗത്തിലെ ചെടികളും പുല്ലുകൾ പോലും കുങ്കുമം പൂശപ്പെട്ടവയാണ്. കാശ്മീരിൽ ഞങ്ങൾ പോയപ്പോ കുങ്കുമ പാടങ്ങൾ കാണുകയുണ്ടായി. കണ്ണെത്താ ദൂരത്തോളം കുങ്കുമപ്പൂവ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. കുങ്കുമപ്പൂവ് ഗർഭിണിയുടെ ഒക്കെ കഴിക്കുന്ന, പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ മെയിൻ സാധനം കുങ്കുമപ്പൂവ് കൊണ്ടുവരുമായിരുന്നു. അത് വിളയുന്ന കുങ്കുമ വയലുകൾ, കുങ്കുമ പാടങ്ങൾ ഞങ്ങൾ കാശ്മീരിൽ കാണുകയുണ്ടായി. കണ്ണെത്താ ദൂരത്തോളം ആ പിങ്ക് കടലിൽ കിടക്കുന്ന ആ മനോഹരമായ പാടങ്ങൾ, അത് കണ്ടവർക്ക് മനസ്സിലാകും സ്വർഗത്തിലെ ചെടികളും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ അല്ലാഹു തആല കുങ്കുമം പൂശിയിരിക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ കായ്കനികൾ രത്നങ്ങൾ പോലെയാണ്. അവിടുത്തെ മാങ്ങ, അല്ലെങ്കിൽ ആപ്പിൾ, അല്ലെങ്കിൽ ഓറഞ്ച്, അത് രത്നം തിളങ്ങുന്ന പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല ലോകത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത, ഒരാളുടെ ഭാവനയിലും നെയ്യാൻ കഴിയാത്ത അത്ര മഹത്തായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിരിക്കുന്നത്. ومن زعفران نبتها وحشيشها ومن جوهر أشجارها تلك تثمر. മഹത്തായ സ്വർഗം. സഹോദരങ്ങളെ, ഈ സ്വർഗം നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച
സ്വർഗം ലഭിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞാൽ, ഓതിയാൽ സ്വർഗം കിട്ടുന്ന 10 കാര്യങ്ങൾ, പ്രവർത്തിച്ചാൽ സ്വർഗം കിട്ടുന്ന 10 കാര്യങ്ങൾ. ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ദുആ മജ്‌ലിസിലൂടെ കുറെ നാളത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാം അത് ചെയ്യണം, ചൊല്ലണം. അതിനേറ്റവും എളുപ്പമുള്ളത് ഞാൻ തേടി കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്. ഈ അഗസ്ത്യ വനങ്ങളില്, സഹ്യപർവ്വതത്തിലൊക്കെ പോയി ഈ വൈദ്യന്മാര് ആയുർവേദ മരുന്നുകളൊക്കെ പണ്ട് ശേഖരിക്കുമായിരുന്നു. കാട്ടിനകത്ത് ഒരുപാട് പോയി കഷ്ടപ്പെട്ട് നിറഞ്ഞു കിടക്കുന്ന കാട്ടിൽ നിന്ന് ആയുർവേദ മരുന്ന് പ്രത്യേകം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നത് പോലെ സ്വർഗം ലഭിക്കുന്ന 100,000 കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ കൂടെയുള്ള റൈഹാൻ ദുആ മജ്‌ലിസിലെ പങ്കെടുക്കുന്ന ആളുകളെല്ലാം പെണ്ണുങ്ങളും ആണുങ്ങളും സഹോദരി സഹോദരങ്ങളൊക്കെ സാധുക്കളും പാവങ്ങളും അവരൊക്കെ വളരെ കഷ്ടപ്പെടാൻ, ഒരുപാട് അധ്വാനിക്കാൻ കഴിയാത്തവരൊക്കെ ആയതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. സിമ്പിൾ ആണ്, സോ സിമ്പിൾ ആൻഡ് സ്വീറ്റ്. ഞാനിങ്ങനെ പറയാണ് കേട്ടോ, നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. പാവങ്ങളും സാധുക്കളും ഒക്കെയാണെന്ന്, ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓരോരുത്തരും ആരാണ്, എന്താണ്, സുബ്ഹാനല്ലാഹ്, അവരവരുടെ മേഖലകളിൽ അവരൊക്കെ എന്തൊക്കെ വലിയ ആൾക്കാരാണ്. മാത്രമല്ല കരുത്തരും പ്രഗത്ഭരും പ്രഗത്ഭ മതികളും ഒക്കെയാണ്. അള്ളാഹു കബൂലാകട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്നാലും നമ്മൾ പാവങ്ങൾ, സാധുക്കൾ എന്ന് വിചാരിച്ച് ദുർബലർ എന്ന് കരുതി അവർക്ക് ചൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ളത്, പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള 20 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എത്ര എളുപ്പമാണ്! എല്ലാവരും അത് ചൊല്ലുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചൊല്ലണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വേറൊരാൾ ചൊല്ലിയാൽ അതിന്റെ കൂലി അതേപടി നിങ്ങൾക്ക് കിട്ടും. ദിവസം 7 തവണ സ്വർഗത്തിനെ തേടിയാൽ സ്വർഗം തേടും. പടച്ചവനെ, ഈ വ്യക്തിക്ക് നീ സ്വർഗം കൊടുക്കണേ. 7 തവണ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ നരകം പറയും, പടച്ചവനെ എന്നിൽ നിന്ന് ആ മനുഷ്യനെ നീ കാത്തുരക്ഷിക്കണേ. എന്താ പറയാൻ, 1 മണിക്കൂർ പറയാനുണ്ടോ? 7 പ്രാവശ്യം പറയേണ്ടത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. രാവിലെയും വൈകിട്ടും 7 പ്രാവശ്യം പതിവാക്കിൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് പതിവാക്കിൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന. അല്ലാഹുവേ സ്വർഗം തരണേ. എന്ത് എളുപ്പമാണ്! പറയണേ, 7 പ്രാവശ്യം ആരും മുടക്കല്ലേ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ കൂടെ ബാക്കിയുള്ളവരും സ്വർഗത്തിൽ വരട്ടെ. മക്കൾക്കും മരുമക്കൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കും. വളരെ എളുപ്പമാണ്, സ്വർഗം കിട്ടും. നമ്മുടെ കൂടെ അവരും സ്വർഗത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഒരാളും മുടക്കരുത് കേട്ടോ. അപ്പൊ 2 കാര്യം നമ്മൾ പഠിച്ചു ഇൻഷാ അല്ലാഹ്. ഇന്ന് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്കറിയാവുന്നതൊക്കെ തന്നെയാണ്, അധികം ആൾക്കാർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടി ഉണർത്തുകയാണ്. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദൂതർ അരുൾ ചെയ്തതായി അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇമാം നസായി, തബറാനി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അള്ളാഹുവിന്റെ ദൂതർ അരുൾ ചെയ്തു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്തു. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുണ്ടായിരിക്കുന്നതല്ല. പറയിൻ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യം, നമ്മളെയൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ അള്ളാഹു തആല ഇട്ടുതരുന്ന സൂത്ര വഴികൾ, ക്യാപ്സൂളുകൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ ഫർള് നമസ്കാരവും കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ്, ഇനി അത്യാവശ്യം ഒന്ന് എഴുന്നേറ്റ് പോയാൽ പോകുന്ന വഴിയിൽ, അപ്പോഴും ചൊല്ലാൻ പറ്റിയില്ല അല്പം കഴിഞ്ഞെങ്കിലും, ഓരോ ഫർളിന് ശേഷം, അതായത് ചുരുക്കത്തിൽ ദിവസം 5 നേരം 5 തവണ ആയത്തുൽ കുർസി ഓതുക. സുബ്ഹാനല്ലാഹ്, എത്ര എളുപ്പമാണ്, എത്ര സിമ്പിളാണ്. ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്തു. അങ്ങനെ ഓതുന്ന ആണും പെണ്ണും അവരുടെ ഇടയിൽ
അവരുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിലാണ്. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന്. ഉടലോടെ സ്വർഗത്തിൽ പോയി. മരണം കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണ്, ഖബറും എല്ലാം സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് പതിവാക്കി കൂടെ? അൽഹംദുലില്ലാ, ഒരുപാട് പേര് ചൊല്ലുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായി മുടങ്ങാതെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒന്ന് ചെയ്തുകൂടെ സഹോദരങ്ങളെ? നിങ്ങളെല്ലാവരും ഈ പറയുന്ന എഴുതിയെടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമെന്ന് വിചാരിക്കും, പക്ഷെ 10-20 കാര്യങ്ങളാകുമ്പോൾ വിട്ടുപോകും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നോട്ട്ബുക്കും പേനയും കൊണ്ടേ ഇരിക്കാവൂ, അല്ലാതെ ദുആമജലിസിൽ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും സ്വർഗം തേടുക, നരകത്തെ തൊട്ട് കാവൽ തേടുക, ആയത്തുൽ കുർസി ഓതുക, നമുക്കറിയാവല്ലോ എന്ന്. പക്ഷേ 8-10 കാര്യങ്ങളാവും മറന്നുപോകും. മാത്രമല്ല, ഇൻഷാ അള്ളാഹ് നമ്മുടെ 20 കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷം ഞാനൊരു പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടൊരു എക്സാം ഉണ്ടാകും. അപ്പൊ അതിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. മാർക്ക് മേടിക്കുന്നവർക്ക് സമ്മാനം ഉണ്ടാകും ഇൻഷാ അള്ളാഹ്. സ്വർഗം കിട്ടാനുള്ള 20 കാര്യങ്ങൾ. അത് ഞാൻ തിരിച്ചും മറിച്ചും കുഴച്ചും ഒക്കെ ചോദിക്കും. കാരണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ കുരഷ്ട് പിടിച്ച ചോദ്യത്തിൽ നല്ലപോലെ ആൻസർ ചെയ്യുന്നവർക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, അപ്പം തന്നെ നേരിട്ട് പരീക്ഷയാണ്. ഇൻഷാ അള്ളാഹ് നല്ല സമ്മാനം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇത് പറയുന്ന എഴുതിയെടുത്തോളണം, പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓർമ്മയിൽ വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയേക്കാളും പ്രതിഫലമുള്ള മറ്റൊരു ആയത്ത് ഖുർആൻ ഷരീഫിലില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, കുർസിയ്, അള്ളാഹുവിന്റെ ഇരിപ്പിടത്തിന്റെ പേരാണ് കുർസിയ്. അള്ളാഹുവിന്റെ കുർസി, ഹിന്ദിയിലും കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണല്ലോ. അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ പേരാണ് കുർസിയ്. ആ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അർഷ്. അപ്പൊ അർഷ് എന്ന മഹാത്ഭുതം, അതിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുർസിയിലാണ് അള്ളാഹു ഇരിക്കുന്നത്, അള്ളാഹു ഉപവിഷ്ടനായിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ആ കുർസിയ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യാണ്, ആ കുർസിന്റെ വലതുവശത്ത് അള്ളാഹു തആല 12,000 കസേരകൾ വേറെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇടതുവശത്തും 12,000 കസേരകളുണ്ട്. ആ ഓരോ കസേരയിലും ഓരോ പ്രത്യേക മലക്കിനെ അള്ളാഹു ഇരുത്തിയിട്ടുണ്ട്. അവരേറ്റവും ഉന്നതരായ മലക്കുകളാണ്. അപ്പൊ 24,000 ചെയറുകൾ അള്ളാഹുവിന്റെ കസേരയുടെ താഴെ, അതിന്റെ പരിസരത്തായി വലത്തും ഇടത്തും ഭാഗത്ത് 12,000 വെച്ച് 20,000 കസേരകൾ. ആ കസേരയിലൊക്കെ ഓരോ പ്രത്യേക മലക്കുകൾ. ആ മലക്കുകളുടെ ജോലി കാലാകാലം ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേറെ ഒരു ഡ്യൂട്ടിയും ഇല്ല, ഫുൾ ടൈം. മലക്കുകൾക്ക് പിന്നെ ഉറക്കവും ഊണും വിശ്രമവും ഭക്ഷണവും ഒന്നും ഇല്ലല്ലോ. 24,000 മലക്കുകൾ 24 hours റൗണ്ട് ദ ക്ലോക്ക് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുന്നു. 2 ഡ്യൂട്ടി അല്ലാഹു തആല അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുക. 2, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ അവരുടെ പേര്, സമയം, സ്ഥലം ഒക്കെ രേഖപ്പെടുത്തുക. ഈ 2 ഡ്യൂട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ ആ നിമിഷം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കും, അത് മുദ്ര ചെയ്തിരിക്കും. സുബ്ഹാനല്ലാഹ്. പറയുന്നു സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ. അപ്പൊ 24,000 മലക്കുകൾ റൗണ്ട് ദ ക്ലോക്ക് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്ത് നിന്ന് ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ആ ഓതുന്നവരുടെ പേര്, അബ്ദുൽ ഹമീദിന്റെ മകൻ അബ്ദുൽ ഗഫാർ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഓതിയിരിക്കുന്നു, അതിന്റെ പ്രതിഫലം ഇത്ര, സമം ഈസ് ഈക്വൽ ടു കൂലി ഇത്ര എന്നും കൂടി രേഖപ്പെടുത്തും. ഇതാണ് അവരുടെ ഡ്യൂട്ടി. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയത്തുൽ കുർസിയെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. കുർസി, ആയത്തുൽ കുർസിയിലേക്ക് പരാമർശിക്കുന്ന കുർസി, അള്ളാഹുവിന്റെ സിംഹാസനം, അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിക്കും ശ്രദ്ധിക്കണേ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു വലിയ മരുഭൂമി, നോക്കിയാൽ കാഴ്ച അതിന്റെ അങ്ങേത്തലയ്ക്കൽ എത്തില്ല, വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എത്തില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു വലിയ മരുഭൂമി. ആ വലിയ മരുഭൂമിയിൽ കുട്ടികളുടെ കയ്യിലിടുന്ന ഒരു കുപ്പിവളയുണ്ടല്ലോ, ആ കുപ്പിവള കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടേ ഇടുക. ഈ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന മരുഭൂമിയിൽ വീഴുന്ന ഒരു കുപ്പിവള, ആ കുപ്പിവളയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ കുർസിയിനെ അപേക്ഷിച്ച് ആകാശങ്ങൾക്കും ഭൂമികൾക്കും. സുബ്ഹാന ജല്ല ജലാല. 7 ആകാശം 7 ഭൂമി, ഇത് മുഴുവനും കൂടി കൂട്ടിയാൽ വിശാലമായ കണ്ണെത്താ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു കുപ്പിവളയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. അപ്പൊ കുർസി എന്തായിരിക്കും? അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ വലിപ്പം എന്തായിരിക്കും? ഊഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 7 ആകാശവും 7 ഭൂമിയും അതെല്ലാം കൂടെ കുർസിയുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു കുപ്പിവളയുടെ അത്രയേ ഉള്ളൂ. ആ മരുഭൂമിയെക്കാളും എത്രയോ വലുതായിരിക്കും അള്ളാഹുവിന്റെ കുർസി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർറെ, അള്ളാഹുവിന്റെ അർഷും കുർസിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഈ കുർസിയിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അർഷ്, അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനാണ്, ആ സ്റ്റേജിനാണ് അർഷ് എന്ന് പറയുക. ആ അർഷുമായി കുർസി തട്ടിച്ചു നോക്കിയാൽ ഇതുപോലെ തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന വലിപ്പമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന കുപ്പിവള പോലെ ആയിരിക്കും ആ കുർസി അർഷുമായിട്ട് ബന്ധിച്ചു നോക്കുമ്പോൾ. അപ്പൊ അള്ളാഹുവിന്റെ അർഷ് എന്താണ്? അള്ളാഹുവിന്റെ കുർസ് എന്താണ്? ആ കുർസിയെ കുറിച്ച് പറയുന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. അത് അൽഹംദുലില്ലാ എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അതിമഹത്തായ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. 5 നേരത്തെ ഫർളിന് ശേഷം ഓതിക്കോളിൻ, മുടങ്ങാതെ ഓതിക്കോളിൻ. അത് ഓതിയാൽ സ്വർഗത്തിനും നിങ്ങൾക്കും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ല. ഡയറക്റ്റ് സ്വർഗമാണ്. ഒരേ സഹോദരങ്ങളെ, ഓരേ, നമുക്ക് അതിനേക്കാൾ കൂടുതൽ വേറെ എന്ത് വേണം? ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരി ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാനവിടെ പോയി. ആലപ്പുഴ എന്നെങ്കിലും ഉസ്താദ് വരണേ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാനവിടെ ചെന്നു. എൻ്റെ ജ്യേഷ്ഠൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അഷ്റഫ്. അദ്ദേഹത്തെയും കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ ഒന്നിച്ചവിടെ ചെന്നപ്പോൾ ഗേറ്റിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നല്ല വീടൊക്കെയാണ്, പക്ഷേ വീടിന്റെ പുതിയ വീട് വെച്ച് പാല് കാച്ചി ഉസ്താദ് ഒന്ന് വരണം. വർഷങ്ങൾക്ക് മുമ്പാണ്. വീട്ടിൽ ചെന്നപ്പോ വീടിന്റെ പേര് വലിയ അക്ഷരത്തിൽ നല്ല സ്വർണ്ണ ലിപിയിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പേര് അർഷ്. അർഷ്. ഞാൻ അവരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ പേര് മാറ്റിക്കൊള്ളണം. അള്ളാഹുവിന്റെ അർഷ്, അള്ളാഹുവിന്റെ സിംഹാസനം ഉപവിഷ്ടമായിരിക്കുന്ന ആ അർഷ്. ആ പേരൊന്നും ദുനിയാവിലൊന്നും വീടിലൊന്നും ഇട്ടുകൂടാ. അള്ളാഹു നിങ്ങളോട് കരുണ കാണിച്ചാണ്, ഇല്ലെങ്കിൽ എന്നെ ഇത് കരിഞ്ഞു പോകേണ്ടതാണ്. വേഗം മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. എന്തായാലും ആ സാധു സഹോദരി അവർ മാറ്റി. ഉടൻ തന്നെ പേര് മാറ്റാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ അർഷ് എന്താണ്? ആ അർഷിലിരിക്കുന്ന കുർസി, ആ കുർസിയും ഭൂലോകവും പ്രപഞ്ചവുമായിട്ട് തടിച്ചു നോക്കിയാൽ ഒരു കുപ്പിവള. അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് ഇൻഷാ അല്ലാ മുടങ്ങാതെ ഓതിക്കോളിൻ. സുബ്ഹാനല്ലാ, നിങ്ങൾക്ക് എല്ലാ നിലയിലും ഐശ്വര്യമാണ്, സ്വർഗം ഉറപ്പാണ്. 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓതുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുക, ഉറങ്ങി എഴുന്നേറ്റാൽ ഉടനെ ഓതുക. അതിന്റെ മഹത്വം എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞോളുക. നമ്മുടെ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം എപ്പോഴും ഫാത്തിഹ ഓതുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, ഫാത്തിഹ ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതിയിട്ടേ പിന്നെ 3 ഖുൽ ഹുവല്ലാഹു ഓതുള്ളൂ. നമ്മളൊക്കെ ഫാത്തിഹ അൽ ഫാത്തിഹ പറയുമല്ലോ എപ്പോഴും. അൽ ഫാത്തിഹ എന്താണ്? ഫാത്തിഹ ഓതുക, 3 ഖുൽ ഹുവല്ലാഹു ഓതുക, ഒരു ഖുൽ അഊദു റബ്ബിൽ ഫലഖ് ഓതുക, ഒരു റബ്ബിൻ നാസ് ഓതുക. യൂസുഫ് അലി സാഹിബായിട്ട് ഏതെങ്കിലും നിന്നിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടാൽ പരിശോധിച്ചോളൂ. അദ്ദേഹം എപ്പോൾ ദുആ ചെയ്താലും അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ഓരോ സ്ഥാപനത്തിലും
ദുആ ചെയ്യിപ്പിച്ചിട്ടേ തുടങ്ങുള്ളൂ. അത് ഒരു ദുആയല്ല, ഓരോ വിങ്ങിനും ദുആ ചെയ്യിപ്പിക്കും. അദ്ദേഹത്തിന്റെ ലുലു മാളുകളൊക്കെ ഉണ്ടല്ലോ, ഓഫീസിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കും, സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കും, ഓരോ ഓഫീസ് തുടങ്ങാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് ദുആ കഴിഞ്ഞതിന് ശേഷമേ ഓരോ മാളും അദ്ദേഹം തുടങ്ങുള്ളൂ. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന്റെ ബിസിനസ് ഇങ്ങനെ പുരോഗമിക്കുന്നു, അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. നിലവിൽ 57,000 സ്റ്റാഫ് ഉണ്ട് ലോകം മുഴുവൻ അദ്ദേഹത്തിന്. 57,000 കുടുംബങ്ങൾ ആ മനുഷ്യന്റെ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥാപനവും ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. എന്താ കാരണം? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു മാള് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5-8 ദുആ അവിടെ നടന്നിരിക്കും. അത് കൂട്ടമായിട്ട് എല്ലാരെയും കൂട്ടി ദുആ ചെയ്യിപ്പിക്കും. ഓരോ ദുആയിലും നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒരു ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതിയിട്ട് 3 ഖുൽ ഹുവല്ലാഹ്, പിന്നെ ഫലഖ്, പിന്നെ നാസ് ഓതിയിട്ടേ ദുആ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ഫാത്തിഹ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇത്രയും കാലം കേട്ട ഫാത്തിഹയെല്ലാം ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹും ഫലഖും നാസും മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് ഈ ആയത്തുൽ കുർസിയും കൂടിയാണ്. ആയത്തുൽ കുർസി മുറുകെ പിടിച്ചോളൂ സഹോദരങ്ങളെ. ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മൾ ഓതണ്ട, സ്വർഗത്തിന് വേണ്ടി ഓതിക്കൊള്ളുക. പക്ഷെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ആയത്തുൽ കുർസി മുറുകെ പിടിച്ചാൽ. ഇൻഷാ അല്ലാഹ് നിയത്ത് ചെയ്തില്ലേ? ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അറിയാത്തവരും ശ്രദ്ധിക്കാത്തവരും വിട്ടുപോകുന്നവരൊക്കെ ഇനി ശ്രദ്ധിക്കുവോ? എല്ലാ ഫർളിന് ശേഷവും ആയത്തുൽ കുർസി മുടക്കരുത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ആയത്തുൽ കുർസി ഓതുക. ഉറങ്ങി എഴുന്നേറ്റാൽ ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് എഴുന്നേറ്റ് പോവുക. അൽഹംദുലില്ലാ. മനസ്സിലെങ്കിലും ഓതണം. നാവ് കൊണ്ട് ഓതാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലെങ്കിലും ഓതണം. അൽഹംദുലില്ലാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ആയത്തുൽ കുർസിയുടെ പേരിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ ഈ ദുആ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആയിരങ്ങൾ എല്ലാവർക്കും ഒന്നിച്ച് ഇതുപോലെ സ്വർഗത്തിലിരുന്ന് ആയത്തുൽ കുർസി ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ നീയത്തില് നാളെ സ്വർഗത്തിലിരുന്ന് നമുക്ക് റൈഹാൻ ദുആ മജ്‌ലിസിൽ എല്ലാവർക്കും സ്വർഗത്തിലിരുന്ന് ആയത്തുൽ കുർസി ഓതണം എന്ന നീയത്തിൽ ഒരു ആയത്തുൽ കുർസി ഒന്ന് ഓതിക്കേ. ഓതുമ്പോഴത്തേക്ക് എല്ലാവരും സമയവും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ വാച്ചിലെ അല്ലെങ്കിൽ ക്ലോക്കിലെ സെക്കൻഡ് സൂചി ഒന്ന് നോക്കിയിട്ട് ഓതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ വല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. എത്ര സെക്കൻഡായി? അര മിനിറ്റ് എടുത്തു. അര മിനിറ്റ്. നമ്മളൊക്കെ ഓർക്കും ഈ 5 നേരം ഓതാനൊക്കെ ഉസ്താദ് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്, എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. അര മിനിറ്റ് എടുത്തോ സഹോദരങ്ങളെ. സുബ്ഹാനല്ലാഹ്, ഞാൻ എത്ര പതുക്കെയാണ് ഓതിയത്. നിങ്ങൾ ഓതുമ്പോൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഓതുക. ഞാൻ എത്ര നിർത്തി പതുക്കെയാണ് ഓതിയത്. നമ്മൾ ഇതിനേക്കാളൊക്കെ സ്പീഡിലല്ലേ സാധാരണ ഓതുക. 26 സെക്കൻഡ് 27 സെക്കൻഡ് മതി. അര മിനിറ്റ് വേണ്ട. ഇത് ദിവസം 5 നേരം ഒന്ന് ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 1.5 മിനിറ്റ്, 24 മണിക്കൂറിൽ 2 മിനിറ്റ് അള്ളാഹു ചോദിക്കുന്നില്ല. ഈ 2 മിനിറ്റ് നേരം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ പകരം സ്വർഗം, അവന്റെയും അവളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ല. മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിൽ. ഇൻഷാ അല്ലാഹ് ഇനി മുടക്കൂ ആരെങ്കിലും? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ, എല്ലാവരും ഓതട്ടെ. എനിക്ക് മാത്രം സ്വർഗത്തിൽ കയറിയാൽ മതി, മറ്റാർക്കും ഇത് പറഞ്ഞു കൊടുക്കരുത് ചിന്തിക്കരുത്. പറഞ്ഞു കൊടുക്കണം, അവരെയും സ്വർഗത്തിൽ കയറ്റണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞുണ്ടോ, വസിയ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. സമാവാതി വൽ അർദ്, ആകാശങ്ങൾ ഭൂമികൾ, അത് മുഴുവനും അള്ളാഹുവിന്റെ കുർസിയ്. വസിയ കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിന്റെ സിംഹാസനം വലയം ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹാമരുഭൂമിയിൽ കിടക്കുന്ന കുപ്പിവള പോലെയുള്ളൂ പ്രപഞ്ചം മുഴുവനും കുർസിയുടെ മുന്നിൽ. വസിയ കുർസിയുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഈ മഹാമരുഭൂമിയിൽ കിടക്കുന്ന കുപ്പിവെള്ള കണ്ടെത്താനോ സൂക്ഷിക്കാനോ കയ്യിലെടുക്കാനോ ആർക്കാണ് ബുദ്ധിമുട്ട്?
വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ ആകാശങ്ങളും ഭൂമികളും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ള അള്ളാഹുവിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പടച്ചോൻ പറയാണ്. നിഷ്പ്രയാസമാണ്. ഇത്രയും മനുഷ്യരെ, 800 കോടി മനുഷ്യരെ, മൃഗങ്ങളെ, ജീവജാലങ്ങളെ, ഭൂമിയിലെ ആകാശത്തെ മലക്കുകളെയൊക്കെ നിയന്ത്രിക്കാൻ വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഒരു ബുദ്ധിമുട്ടുമില്ല, നിഷ്പ്രയാസം അള്ളാഹുവിന് സാധിക്കും. കാരണം അത്ര വിശാലമാണിത്. വലിയ ഒരു പ്ലേറ്റിൽ കിടക്കുന്ന, ഒരു താലത്തിൽ കിടക്കുന്ന ഒരു മിഠായി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തതുപോലെ ഇത് മുഴുവനും നോക്കാനും എടുക്കാനും അള്ളാഹുവിന് നിഷ്പ്രയാസം. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസിയെ കുറിച്ച് വിശദീകരിച്ചാൽ മാത്രം ഒരുപാട് പറയേണ്ടി വരും. ഞാൻ മണക്കാട് വലിയ പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു റമദാൻ 1 ആയത്തുൽ കുർസിയെ പറയാൻ തുടങ്ങി. റമദാൻ 29 ഒന്നും എത്തിയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വരെ എത്തിയുള്ളൂ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂടെ പങ്കെടുത്ത ഒരുപാട് പേര് ഇപ്പൊ ഈ ദുആ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കളവോ അതിശയോക്തിയോ ഒന്നും പറയാൻ പറ്റില്ല. 29 ദിവസം പറഞ്ഞിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വരെ എത്തിയുള്ളൂ. ലാ തഅഖുദുഹു സിനത്തുൻ തുടങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇനി നിങ്ങളോട് പറഞ്ഞാൽ, പ്രൊഫസർ ഉമറൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളാണ്, മുഴുവൻ കേട്ടതാണ്. അൽഹംദുലില്ലാഹ്, തമ്പൊക്കെ തരുന്ന ഉമർ, അൽഹംദുലില്ലാഹ്, ഉമർ മുഴുവൻ കേട്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, എന്താണ് ആയത്തുൽ കുർസി? ആയത്തുൽ കുർസിയെ കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി? അതിനെക്കുറിച്ച് പറഞ്ഞാൽ എത്ര പറയാനുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു വർഷങ്ങൾ ഒരു പക്ഷേ ദുആ മജ്‌ലിസിൽ ആയത്തുൽ കുർസിയെ കുറിച്ച് മാത്രം പറയേണ്ടി വരും. നമുക്കത് വേണ്ട. നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയാൽ മതി. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഓതുക. നമ്മൾ ഇന്ന് ഓതിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ആയത്തുൽ കുർസി ഓതണം. പറയും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സമയം കൂടി പോകുന്നു. ഇന്നത്തെ രണ്ടാമത്തെ കാര്യം കൂടി പറയാം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് അരുൾ ചെയ്തു, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല വജബത് ലഹുൽ ജന്ന. ആരെങ്കിലും ദിവസവും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവന്റെ ദീനിനെയും ഞാൻ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഒരു ദിവസം പറയണം. അങ്ങനെ പറഞ്ഞാൽ, ഒരു ദിവസം പറഞ്ഞാൽ വജബത് ലഹു അൽ ജന്ന, സ്വർഗം നിർബന്ധമായി. സ്വർഗം നിർബന്ധമായി. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞതല്ലേ. വജബത്ത്, വാജിബായി. എങ്ങനെയാ പറയേണ്ടത്? റളീന ബില്ലാഹി റബ്ബൻ, റളീന ബില്ലാഹി റബ്ബൻ. അറിയില്ലാത്തവർ എഴുതിയെടുത്തോളണേ. നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് ഇരിക്കുമ്പോൾ എപ്പോഴും പേനയും ബുക്കും കൊണ്ടേ ഇരിക്കാവുള്ളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, വബിൽ ഇസ്ലാമി ദീനൻ, വബിൽ ഇസ്ലാമി ദീന, വബി മുഹമ്മദിൻ നബിയ്യം വറസൂല, വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂല. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് ചെറിയ വ്യത്യാസമുണ്ട്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല എന്നാണ്. അങ്ങനെ പറഞ്ഞാലും മതി. പക്ഷേ റളീതു എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ വരുവുള്ളൂ. എൻ്റെ ഭാര്യയും പിള്ളേരും എൻ്റെ കൂട്ടുകാരും എൻ്റെ ദുആ മജ്‌ലിസിലുള്ളവരൊക്കെ വരണം. റളീന, റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. നബി തങ്ങളുടെ പേരുടെ സലാത്തും കൂടി ഇരിക്കട്ടെ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. അങ്ങനെ ഓതിക്കോളി.
ഇത് 3 പ്രാവശ്യം ഒരു ദിവസം പതിവാക്കിയാൽ, എല്ലാ ദിവസവും ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് സ്വർഗം വാജിബായി, വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം വാജിബായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. 3 തവണ സാധിക്കുമെങ്കിൽ സുബഹിക്കും മഗ്‌രിബിന് ശേഷം, രാത്രിയിൽ 1, രാവിലെ 1. ബുദ്ധിമുട്ടാണ് ഈ ദിവസത്തിൽ 1 തവണ, ഏതെങ്കിലും ഒരു പ്രാവശ്യം 3 പ്രാവശ്യം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും 3 പ്രാവശ്യം പറയണം. 2 പ്രാവശ്യമായിട്ട് 3 3 6 തവണ പറയാൻ കഴിഞ്ഞാൽ രാവിലെ 1, പകൽ 1 ഏറ്റവും നന്നായി. കഴിയുന്നില്ലെങ്കിൽ ദിവസം ഏതെങ്കിലും 1 തവണ 3 പ്രാവശ്യം. ഇൻഷാ അല്ലാഹ് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധം. പിന്നെ ഒരു കാര്യം, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? റളീന ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ എന്റെ റബ്ബായി, രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒബിൽ ഇസ്ലാമി ദീനൻ, ദീനുൽ ഇസ്ലാമിനെ എന്റെ ദീനായി പൂർണ്ണമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂല, അന്ത്യപ്രവാചകനായ നബിതങ്ങളെ റസൂലായി, നബിയായി ഞാൻ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. ഇത് ചിന്തിച്ച് വേണം പറയാൻ, ചുമ്മാ വെറുതെ പറയണം, പറഞ്ഞാൽ കൂലി കിട്ടും. എന്നാലും ഞാൻ പറയുകയാണ്, അള്ളാഹുവാണ് റബ്ബ് എന്ന് തൃപ്തിപ്പെടുകയും അതിനുശേഷം അള്ളാഹു നമുക്ക് ജീവിതത്തിൽ തരുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അള്ളാഹുവോട് വഴക്കുണ്ടാക്കുകയും ചെയ്യാൻ പാടില്ല. ഞാൻ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ വേർപാട് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, പടച്ചവൻ എന്നോട് ഇങ്ങനെ കാണിച്ചു കളഞ്ഞല്ലോ, അള്ളാഹു എന്താ അങ്ങനെ കാണിച്ചത്, എനിക്കെന്താ തരാതിരുന്നത്, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. റളീന, അള്ളാഹുയെ നിന്നെ റബ്ബായി പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടണം. ഇസ്ലാമിന്റെ ചില കാര്യങ്ങളെ വെറുക്കുക, ചില കാര്യങ്ങളെ ഇഷ്ടപ്പെടുക, അങ്ങനെ പാടില്ല. ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ, അവിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ പൂർണ്ണമായി അംഗീകരിക്കണം. പരിശ്രമിക്കുക പരമാവധി. 100% നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ, എന്നാലും പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് 2 ടിപ്സ് കിട്ടി. ഒന്ന്, 5 നേരത്തെ ഫർള് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി 2 ദിവസത്തിൽ 2 തവണ 3 പ്രാവശ്യമായിട്ട് റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. ഇൻഷാ അല്ലാഹ് പതിവാക്കിൻ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കിൻ, മക്കളെ കൊണ്ട് ചൊല്ലിക്കിൻ, ഭാര്യമാർ ഭർത്താക്കന്മാർക്കും, ഭർത്താക്കന്മാർ ഭാര്യമാർക്കും പറഞ്ഞു കൊടുക്കിൻ. സ്വന്തം കേട്ടോ, മറ്റുള്ള ഭാര്യമാർക്കൊന്നും പറയരുത്, മറ്റുള്ള ഭർത്താക്കന്മാരോടും പറയാൻ പോകണ്ട. അവരവരുടെ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുക. ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിനൊന്നും പോയേക്കരുത്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. സ്വർഗം കിട്ടുന്ന കാര്യമാണ്, ചെറിയ കാര്യമാണ്, നിഷ്പ്രയാസം. എല്ലാവരും പതിവാക്കണേന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കണേ. 10 കാര്യങ്ങൾ പറയാനും 10 കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഇൻഷാ അല്ലാഹ്. 4 എണ്ണമായി കഴിഞ്ഞു. ഇനി പെട്ടെന്ന് നമുക്ക് പോകാം. അപ്പൊ പതിവാക്കുക, ദുആ ചെയ്യുക. ഇതൊക്കെ പറഞ്ഞു തരുന്ന സാധുവായ ഈ പാവപ്പെട്ട ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ കിടത്തണേ ദുആ ചെയ്യണം. നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തന്നിട്ട് ഞാനെങ്ങാനും കയറാതെ പോയാൽ സങ്കടമാണ്. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെയും കൂടെ സ്വർഗത്തിൽ കിടത്തണേ എന്ന് പ്രത്യേകം ദുആ ചെയ്യണേ. എല്ലാവരും വിനീതമായി അപേക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.